ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ യൂണിഫോമിന് കോളർ വെച്ചിട്ട് അടിക്കുന്നത് എങ്ങനെയെന്നാണ്. കണ്ടു നോക്കാം. അതിന് 2 ഇഞ്ച് വീതിക്ക് ഒരു കഷ്ണം എടുത്തിട്ട് 2 പീസാക്കുക. അത് രണ്ടും അടി മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ടല്ലോ ചുരിദാറിൻ്റെ ഭാഗത്ത്, യൂണിഫോമിൻ്റെ ഫ്രണ്ടിൽ, അവിടെ അങ്ങനെ പൈപ്പിങ് വെക്കുമ്പോൾ വെക്കണം. അവിടെ ബട്ടൺസ് വെക്കാനാണ് കേട്ടോ. ഒരു ഭാഗത്ത് ഞാൻ അടിച്ചുകൊണ്ട് മറ്റേ ഭാഗം ഇങ്ങോട്ട് നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് രണ്ടും നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് അടിക്കണം കേട്ടോ. അടിച്ചിട്ട് ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി. ഇനി എടുത്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് വലത്ത് ഭാഗത്തേക്ക് ഉള്ള പീസ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിമൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടിഭാഗം ഒന്ന് മടക്കിയിട്ട് നമ്മളെ പൈപ്പിങ്ങിന് വെച്ച തുണി ഉണ്ടല്ലോ കറുപ്പ്, അത് അടിഭാഗം മടക്കി വെക്കണം കേട്ടോ. അവിടെ നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. നമ്മൾ ഇടത് ഭാഗത്തിൻ്റെ മുകളിലേക്ക് വലത് വെച്ചിട്ട് അങ്ങനെ ഒന്ന് മേലടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മേലടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോളർ വെക്കാനുള്ളതാണ്. ഇപ്പോൾ രണ്ട് ബട്ടൺസ് വെക്കാനാണ് കേട്ടോ. 2 ഭാഗം കണ്ടില്ലേ, അടിഭാഗമാണത്. എന്നാലേ ഒന്ന് മേലെ ഒന്ന് താഴെയായിട്ട് നിൽക്കുള്ളൂ. ഇനി ബാക്കിലെ പീസാണ് കേട്ടോ. അത് ബാക്കിൽ 1/2 ഇഞ്ച് നിൽക്കുള്ളൂല്ലോ, നമ്മൾ വെട്ടിയിട്ട് ബാക്കെടുത്ത്. ഇനി 2 തമ്മിൽ നല്ല ഭാഗം കൂടി ഇനി ഷോൾഡർ തമ്മിൽ അടിക്കുകയാണ് കേട്ടോ. 2 പീസും കൂടി ഒന്നാക്കിയിട്ട് ഷോൾഡർ അടിക്കൽ കഴിഞ്ഞു. 2 ഭാഗവും അടിച്ചു. അത് മറിച്ചിട്ടിട്ട് പിന്നെ മേലടി ഇട്ട് കൊടുക്കണം, എന്നാലേ പതിഞ്ഞ് നിൽക്കുള്ളൂ. 2 ഭാഗത്തും മേലടി ഇട്ട് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഭാഗമാണ് ഞാൻ അടിക്കുന്നത്. ഉള്ളിലേക്ക് ആദ്യം അടിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാലും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് അടിക്കാൻ കഴിയും കേട്ടോ. യൂണിഫോമാണ്. ഇനി കയ്യിന് പൈപ്പിങ് വെച്ച് കൊടുക്കുകയാണ്. കയ്യിന് നമ്മൾ മുകളിൽ വെച്ച മാതിരി തന്നെ വളരെ സിമ്പിളായിട്ട് കയ്യിനും പൈപ്പിങ് വെച്ച് കൊടുക്കുക. എല്ലാ യൂണിഫോമിനും ഓരോ മോഡൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ 2-3 ഐറ്റംസ് യൂണിഫോം കാണിച്ചു തരേണ്ട. നല്ല ഭാഗത്ത് ഇക്കാണ് ഇപ്പോൾ ഞാൻ മടക്കി അടിക്കുന്നത്. ആകാത്ത ഭാഗത്തേക്ക് നിന്ന് നല്ല ഭാഗത്തേക്ക് തുമ്പിട്ടിട്ട് ഇങ്ങനെ മടക്കി അടിക്കുന്നത് വളരെ പെട്ടെന്ന് കഴിയും. അങ്ങനെ അതിന് മേലടി ഇട്ട് കൊടുക്കുകയും ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി കൈ വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അതേമാതിരി ആകാത്ത ഭാഗങ്ങൾ തമ്മിൽ വെച്ചിട്ട് നടക്കുന്നതാണ് ഞാൻ കൈ പിടിപ്പിക്കുന്നത്. എന്നാലേ 2 ഭാഗത്തും ഒരേ ലെവലിക്ക് വരുള്ളൂ. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കൈയിൻ്റെ നടുഭാഗം വെച്ചിട്ട് അടിക്കുക. അങ്ങനെ കൈ അടിക്കൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 2 ഭാഗത്തും കൈ വെച്ചിട്ട് അടിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അളവുണ്ടാവില്ല. അളവ് എടുത്തതിൻ്റെ ശേഷമല്ലേ നമ്മൾ അളവ് എടുക്കുള്ളൂ. ഞാനെടുത്തത് ജസ്റ്റ് 14 ഇഞ്ചാണ്. 14.5 ആയാലും കുഴപ്പമൊന്നുമില്ല. 14ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷേപ്പിൻ്റെ അവിടെ തന്നെ 13 ഇഞ്ച്, 1 ഇഞ്ച് ഇതാക്കിയിട്ടുള്ളൂ. അത് യൂണിഫോമല്ല, അപ്പോൾ കുറച്ചൊന്ന് ലൂസിൽ നിന്നോട്ട് വെച്ചിട്ടാണ് അത് ഷേപ്പാക്കാണ്ട് 13 ഇഞ്ചാണ് ഞാൻ കുറച്ചൊക്കെ ഏകദേശം ചെറിയൊരു കുട്ടിക്കാണ് കേട്ടോ അടിക്കുന്നത്. അരട ഉടുക്കാൻ 14 അല്ലെങ്കിൽ 15. ഞാൻ 15ലാണ് ഒന്നിങ്ങോട്ട് നമുക്ക് ഷേപ്പാക്കി വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ക്രോസാക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് 15 ഇഞ്ചിലേക്കാണ് കേട്ടോ ഞാൻ വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 15 ഇഞ്ചിലേക്ക് ഇങ്ങനെ ക്രോസാക്കിയിട്ട് 2 ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അളവെടുത്തത് ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു കൊടുക്കാനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയാലും പിന്നെ അടിഭാഗത്തൊക്കെ കുറച്ച് വീതി വേണം കേട്ടോ. അരഭാഗം കഴിഞ്ഞിട്ട് പിന്നെ അടിഭാഗം ഉണ്ടാവുമല്ലോ, അവർക്ക് നമ്മൾ ക്രോസ് ആക്കിയിട്ട് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് വെച്ചാൽ ഒരു 21-22 ഇഞ്ച് അടിവട്ടം കൊടുത്താൽ കുറച്ചൊക്കെ ഒരു ചെറിയ കുട്ടിക്കുള്ളതാണ്. എൻ്റെ കയ്യിൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത്. 4 ഇഞ്ചാണ് അടിഭാഗത്തേക്ക് എടുക്കുന്നത്. ഒന്ന് ലൂസിൽ. ഇനി കയ്യിൻ്റെ അളവ് 4 അടിഭാഗത്ത് കൊടുത്തിക്കണം. പിന്നെ 5.5 കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ വരച്ച അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗവും അടിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ കോളർ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഈ കോളറിനെ ഞാൻ ആദ്യം പിന്നെ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ കോളർ ഒരു 12 ഇഞ്ചാണ് അളവ് വേണ്ടത്. അപ്പോൾ കോളറും അതിൻ്റെ നെക്കും കട്ട് ചെയ്ത് ഞാൻ ഇസ്തിരിട്ട് വെച്ചിരുന്നു തുണിമേ. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കോളർ എങ്ങനെയാണ് അടിക്കണതെന്നും
കട്ടിങ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ച് തന്നിരുന്നു. അപ്പോൾ ഞാൻ അടിക്കണത് ഇനിയിപ്പോൾ കാണിച്ചു തരാണ്. പിന്നെ അധികം എനിക്കിങ്ങനെ കോളർ വെക്കുന്ന യൂണിഫോമാണ് കിട്ടിയിട്ടുള്ളത്. സാധാ യൂണിഫോമുണ്ട്, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഓരോ മോഡലാണ് ഓരോ സ്കൂളിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഒരു പീസിൻ്റെ മുകളിൽ മറ്റേ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ കോളറിൻ്റെ കൂർമ്പായ ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഭാഗത്ത് കൂടെ തന്നെ സ്റ്റിച്ചിങ് വേണ്ടത്. എൻ്റെ യൂണിഫോം റെഡി ആയിട്ടുണ്ട്. കോളറും നെക്കും ഞാൻ വെച്ചിട്ടുണ്ട്. വെച്ചത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കോളർ വെക്കുന്നതും നെക്ക് വെക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കാത്തത് ഇപ്പോൾ. അങ്ങനെ എൻ്റെ യൂണിഫോം റെഡി ആയിട്ടുണ്ട്. ഞാൻ അടിക്കുന്ന സ്റ്റിച്ചിങ് എങ്ങനെയാണ് റൗണ്ടിൽ വരിക അതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. കോളർ വെച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.